ഇന്ന് നമുക്ക് നോക്കാനുള്ളത് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ക്ലൈമറ്റോളജി എന്ന ടോപ്പിക്കാണ് നോക്കി വരുന്നത്. ക്ലൈമറ്റോളജിയിൽ ഞാൻ പറഞ്ഞു ക്ലൈമറ്റിൻ്റെ 4 ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ തന്നെ വിൻഡ്, ഹ്യൂമിഡിറ്റി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, എയർ പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, ദെൻ വിൻഡ് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ ആണ്. ഇതിനാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കാണുന്നത് പല ഫോംസിലാണ്. ചിലപ്പോൾ കണ്ടൻസേഷൻ ഫോംസിലായിരിക്കും കാണുക, ഫ്രോസ്റ്റ്, മിസ്റ്റ്, ക്ലൗഡ് എന്നുള്ള ഫോമിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രസിപ്പിറ്റേഷൻ്റെ ഫോമിലായിരിക്കും, സ്നോ, റെയിൻഫോൾ, സ്ലീറ്റ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൽ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഫോംസിലാണ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സെഷനിൽ നോക്കാനുള്ളത്? വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഓൺ എർത്തിൽ വരുന്ന വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണ്, ദെൻ എന്താണ് കണ്ടൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ദെൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, ദെൻ ക്ലൗഡിൻ്റെ ടൈപ്സ്, ദെൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റെയിൻഫോൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് 2 ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഓൺ എർത്ത്, കണ്ടൻസേഷൻ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ദെൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഓൺ എർത്തിൽ ഏറ്റവും കൂടുതൽ വാട്ടർ കാണുന്നത് എവിടെയാണ്? ഓഷ്യൻസിലാണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ വാട്ടർ കാണുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് UPSC സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അതിലിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അറ്റ്മോസ്ഫിയറിലല്ല എർത്തിലെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എർത്തിൽ ഏറ്റവും കൂടുതൽ വാട്ടർ കാണുന്നത് ഓഷ്യൻസിലാണ്, അത് സലൈൻ വാട്ടറാണ്. ഓഷ്യൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വാട്ടർ ഇരിക്കുന്നത് ഐസ് ക്യാപ്സിലും ഗ്ലേഷ്യേഴ്സിലുമാണ്. അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ, ദെൻ ലേക്സ്, ദെൻ സോയിൽ മോയ്സ്ചർ, അത് കഴിഞ്ഞ് അറ്റ്മോസ്ഫിയർ. ഇനി 7ാം സ്ഥാനത്താണ് സ്ട്രീംസും റിവേഴ്സും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഓഷ്യൻസ് കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് കഴിഞ്ഞാൽ റിവർ എന്നായിരിക്കും. പക്ഷേ റിവറിനല്ല 3ാം സ്ഥാനം. 3ാം സ്ഥാനത്ത് ഗ്രൗണ്ട് വാട്ടറാണ്. അത് കഴിഞ്ഞാൽ ലേക്സ്, അത് കഴിഞ്ഞാൽ സോയിൽ മോയ്സ്ചർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ, ദെൻ സ്ട്രീംസ്, റിവേഴ്സ്, ഫൈനലി ബയോസ്ഫിയർ. ഇതാണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഓർഡർ. അപ്പോൾ ഡിക്രീസിങ് ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓഷ്യൻ, അത് കഴിഞ്ഞ് ഐസ് ക്യാപ്പ് ഗ്ലേഷ്യർ, അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ, ദെൻ ലേക്സ്, സോയിൽ മോയ്സ്ചർ, അറ്റ്മോസ്ഫിയർ, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്, ദെൻ ബയോസ്ഫിയർ. ഓക്കെ, ഇനി നമുക്കറിയാം വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയറിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ, അതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഹ്യൂമിഡിറ്റി തന്നെ 2 ടൈപ്പ് ഹ്യൂമിഡിറ്റി ഉണ്ട്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അതായത് ഇപ്പോൾ നിലവിൽ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം വാട്ടർ ഉണ്ട് അതിനെയാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിലവിൽ എത്രത്തോളം വാട്ടർ ഉണ്ട് അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഫുൾ കപ്പാസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് വാട്ടർ ഉണ്ട്, അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ആ വേർഡിൽ തന്നെയുണ്ട് റിലേറ്റീവ്. അതായത് ഒരു അറ്റ്മോസ്ഫിയറിന് എത്രത്തോളം വാട്ടർ വേപ്പർ കണ്ടെയ്ൻ ചെയ്യാവോ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എത്രയുണ്ട് നിലവിൽ, അതിൻ്റെ പെർസെൻറ്റേജിനെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആ വേർഡ്സിൽ നിന്ന് തന്നെ, ഇത് നിങ്ങൾക്ക് ആ വേർഡ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക്
കിട്ടുന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് ഇരിക്കുക. ഇനി അടുത്തതാണ് സാച്ചുറേറ്റഡ് എയർ. എന്തിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എയർ എന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു എയർ കോളം അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ മോയ്സ്ചർ കണ്ടെയ്ൻ ചെയ്യുന്നതിനെയാണ് സാച്ചുറേറ്റഡ് എയർ എന്ന് പറയുക. നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴും ഇരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഓ നമ്മൾ സാച്ചുറേറ്റഡ് ആയി. എന്താണ് സാച്ചുറേറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കപ്പാസിറ്റിയിൽ എത്തുക, ആ ഒരു സ്റ്റേജിനെയാണ് സാച്ചുറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എയർ കോളം, ആ എയർ കോളത്തിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാട്ടർ മോളിക്യൂൾസിനെ അത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സാച്ചുറേറ്റഡ് എയർ എന്ന് വിളിക്കാം. ഇനി അടുത്തതാണ് ഡ്യൂ പോയിൻ്റ്. എന്താണ് ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനെയാണ് ഡ്യൂ എന്ന് പറയുന്നത്? ഡ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂ എന്ന് പറയുന്നത് കണ്ടൻസേഷൻ്റെ ഒരു ഫോമാണ്. ഓക്കെ, ഡ്യൂ എന്ന് പറയുന്നത് കണ്ടൻസേഷൻ്റെ ഒരു ഫോമാണ്. ഈ കാണുന്നതാണ് ഡ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഡ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഡ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ലെവലാണ്. ഓക്കെ, ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ ലെവലാണ് അറ്റ് വിച്ച് saturation occurs to a given sample of air column. ഒരു എയർ കോളം ഏത് ടെമ്പറേച്ചറിലാണോ സാച്ചുറേറ്റഡ് ആവുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ ഒരു എയർ കോളമാണ്. ഈ എയർ കോളം സാച്ചുറേറ്റഡ് ആവുന്നത് ഇതിൽ ഒരു 100 യൂണിറ്റ് വാട്ടർ മോളിക്യൂൾസ് ചെല്ലുമ്പോഴാണ് 27 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഒരു എയർ കോളം സാച്ചുറേറ്റഡ് ആവണമെങ്കിൽ 100 യൂണിറ്റ് വാട്ടർ വേപ്പർ വേണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ആകെ കൂടെ 80 യൂണിറ്റ് വാട്ടർ വേപ്പറേ ഉള്ളൂ. 80 യൂണിറ്റ് വാട്ടർ വേപ്പറേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ എയർ കോളത്തിനെ സാച്ചുറേറ്റ് ചെയ്യണം. അങ്ങനെ സാച്ചുറേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ 20 യൂണിറ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ 20 യൂണിറ്റ് വാട്ടർ വേപ്പർ നിങ്ങളുടെ കയ്യിലില്ല, വാട്ടർ ഡ്രോപ്സ് നിങ്ങളുടെ കയ്യിലില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടെമ്പറേച്ചർ കുറയ്ക്കണം. ചിലപ്പോൾ ഈ ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും ഈ എയർ കോളം എന്ത് ചെയ്യും? സാച്ചുറേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എയർ കോളത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ആ എയർ കോളം ഉള്ള വാട്ടർ വേപ്പർ കൊണ്ട് സാച്ചുറേറ്റഡ് ആവും. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ ഒരു എയർ കോളം സാച്ചുറേറ്റഡ് ആവുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ. എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ എന്ന് പറയുന്നത്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണോ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണോ വാട്ടർ വേപ്പറായി തുടങ്ങുന്നത്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് ഇവാപ്രേറ്റഡ്, അതിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് കണ്ടൻസേഷൻ. അതായത് വാട്ടർ വേപ്പർ എന്ന സ്റ്റേജിൽ നിന്ന് മാറി വാട്ടർ ഡ്രോപ്സോ ഐസ് ക്രിസ്റ്റൽസോ ആവുന്നതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുക. അപ്പം കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്സോ ഐസ് ക്രിസ്റ്റൽസോ ആവുന്ന സ്റ്റേജാണ് കണ്ടൻസേഷൻ. അടുത്തതാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഡയറക്റ്റ്ലി ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒരു സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന വസ്തു ഡയറക്റ്റ്ലി ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നു, അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ കണ്ടൻസേഷൻ എന്താണ്. കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ ഡ്രോപ്സോ ഐസ് ക്രിസ്റ്റൽസോ ആവുന്ന അവസ്ഥയാണ് കണ്ടൻസേഷൻ എന്ന് നമ്മൾ വിളിച്ചത്. ഇനി കണ്ടൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ കണ്ടൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് വോളിയം ഓഫ് എയർ, ടെമ്പറേച്ചർ, പ്രഷർ,
ഹ്യൂമിഡിറ്റി. ഇനി ഇതറിഞ്ഞിരിക്കണം ഈ ഓരോന്നും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. വോളിയം ഓഫ് എയർ കൂടിയാൽ കണ്ടൻസേഷൻ കൂടുമോ കുറയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ കുറേ എയർ മോളിക്യൂൾസ് ഉണ്ട്, ഇവർ അകന്നകന്നാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വോളിയം ഇനിയും കൂടിക്കഴിഞ്ഞാൽ, ഈ ഒരു എയർ കോളത്തിൻ്റെ വോളിയം ഇനിയും കൂടിക്കഴിഞ്ഞാൽ ഇനി ഇതിന് വീണ്ടും വാട്ടർ ഡ്രോപ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വോളിയം ഓഫ് എയർ കൂടിയാൽ കണ്ടൻസേഷനുള്ള ചാൻസ് കുറയും. കാരണം എന്താ? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റ് ചെയ്യുന്ന എയർ കോളത്തിലാണ് കണ്ടൻസേഷൻ നടക്കുക. അതായത് ഒരു എയർ കോളം അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ വാട്ടർ ഡ്രോപ്സ് ആഡ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ. അപ്പോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? സാച്ചുറേഷൻ നടന്നിരിക്കണം. അപ്പോൾ ഒരു എയർ കോളത്തിൻ്റെ വോളിയം കൂടിക്കഴിഞ്ഞാൽ അതിന് കൂടുതൽ വാട്ടർ ഡ്രോപ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതായത് ഒരു എയർ കോളത്തിൻ്റെ വോളിയം കൂടിക്കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസ് കുറയും. കണ്ടൻസേഷനുള്ള ചാൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അടുത്താണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസ് കുറയും. കാരണം എന്താ? നേരത്തെ നമ്മൾ കണ്ടു, അതായത് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് ഒരു എയർ കോളം സാച്ചുറേറ്റഡ് ആവുക. അതായത് എയർ കോളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്തോറും ആ എയർ കോളത്തിന് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഒരു എയർ കോളത്തിന് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് കണ്ടൻസേഷനുള്ള ചാൻസ് കൂടുന്നത്. ഓക്കെ, അടുത്തത് പ്രഷർ. പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസ് എങ്ങനെയാണ്? പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ കുറയുക എന്നാണ് അർത്ഥം. വോളിയം ഓഫ് എയർ കുറയുമ്പോൾ കണ്ടൻസേഷന് ചാൻസ് കൂടും. എക്സാമ്പിളാണ് നമ്മുടെ LPG സിലിണ്ടർ. LPG സിലിണ്ടറിൽ ഇരിക്കുന്ന സംഭവം ഗേഷ്യസ് സ്റ്റേജിലുള്ളതാണ് ശരിക്കും. പക്ഷെ അത് LPG സിലിണ്ടറിലോട്ട് മാറുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. അതുകൊണ്ടാണ് അത് എന്തായി മാറുന്നത്? ലിക്വിഡായിട്ട് മാറുന്നത്. അപ്പോൾ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് LPG ഓർത്താൽ മതി. LPGയിൽ ആ സിലിണ്ടർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, LPG സിലിണ്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടർ ആയിട്ടിരിക്കുന്ന സാധനം ഗേഷ്യസ് സ്റ്റേജിലോട്ട് മാറും. ലിക്വിഡ് സ്റ്റേജിലിരിക്കുന്ന സാധനം ഗേഷ്യസ് സ്റ്റേജിലോട്ട് മാറും. അപ്പോൾ ലിക്വിഡ് സ്റ്റേജിലിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രഷർ കൂടുമ്പോൾ കണ്ടൻസേഷനുള്ള ചാൻസ് കൂടണം. അടുത്താണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പറിൻ്റെ അളവ്. അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കണ്ടൻസേഷനുള്ള ചാൻസും കൂടുകയാണ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ച് കണ്ടൻസേഷനുള്ള ചാൻസും കൂടും. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് കണ്ടൻസേഷൻ. ഫസ്റ്റ് വൺ, വോളിയം ഓഫ് എയർ. വോളിയം ഓഫ് എയർ കൂടുന്നതിനനുസരിച്ച് കണ്ടൻസേഷനുള്ള ചാൻസ് കുറയും. രണ്ടാമത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസ് കുറയും. ദെൻ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസും കൂടും. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ ആണ്. അത് കൂടുന്നതനുസരിച്ച് കണ്ടൻസേഷനുള്ള ചാൻസ് കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഓൺ എർത്ത്. ഇതിനെക്കുറിച്ച് UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് തന്നിരിക്കുന്ന സംഭവങ്ങളിൽ വാട്ടറിൻ്റെ അളവിനനുസരിച്ച് അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. വേൾഡിൽ ഏറ്റവും കൂടുതൽ വാട്ടർ ഉള്ളത് ഓഷ്യനിലാണ്. അത് കഴിഞ്ഞാൽ ഐസ് ക്യാപ്സ്, ഗ്ലേഷ്യേഴ്സ്, ദെൻ ഗ്രൗണ്ട് വാട്ടർ, ലേക്സ്, സോയിൽ മോയ്സ്ചർ, അറ്റ്മോസ്ഫിയർ, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്, ദെൻ ബയോസ്ഫിയർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ആണ് നിങ്ങളിവിടെ നോക്കേണ്ടത്. അതിന് 7ാം സ്ഥാനമാണ്. പരീക്ഷയ്ക്ക് മിക്കവാറും അത് 2ആണോ 3ആണോ എന്നായിരിക്കും പറയുക. 2ാം സ്ഥാനം ഐസ് ക്യാപ്സിനാണ്, 3ാം സ്ഥാനം ഗ്രൗണ്ട് വാട്ടറിനാണ്. ദെൻ നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുമാണ് കണ്ടത്. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോളം ഓഫ് എയറിൽ എത്രത്തോളം വാട്ടർ പ്രസൻ്റ് ആണ്, ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ആൻ എയർ കോളം, അതിനെയാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര പ്രസൻ്റ് ആണ്, അതും ഒരു എയർ കോളത്തിന് എത്രത്തോളം എമൗണ്ട്
കപ്പാസിറ്റി ഉണ്ട്, അതും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആസ് കമ്പയർഡ് ടു ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി ഇൻ എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ദെൻ അടുത്തത് സാച്ചുറേറ്റഡ് എയർ. എന്താണ് സാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ കോളം അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിലാണ് വാട്ടർ മോളിക്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സാച്ചുറേറ്റഡ് എയർ കോളം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡ്യൂ പോയിൻറ്റ്. ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ ലെവലാണ്. ഏത് ടെമ്പറേച്ചറിലാണോ ഒരു എയർ കോളം സാച്ചുറേറ്റഡ് ആവുന്നത് ആ പോയിൻറ്റിനെയാണ്, ആ ടെമ്പറേച്ചറിനെയാണ് ഡ്യൂ പോയിൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ. ഏത് ടെമ്പറേച്ചറിലാണ് വാട്ടർ ഇവാപ്രേറ്റ് ചെയ്യുന്നത് അതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ. ദെൻ കണ്ടൻസേഷൻ, അതായത് വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്സോ അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസോ ആവുന്ന പ്രക്രിയയാണ് കണ്ടൻസേഷൻ. ദെൻ സബ്ലിമേഷൻ. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തു ഡയറക്റ്റ്ലി ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ദെൻ കണ്ടൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. കണ്ടൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് വോളിയം ഓഫ് എയർ, ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി. വോളിയം ഓഫ് എയർ കൂടിക്കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസ് കുറയും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസ് കുറയും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസ് കൂടും. ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ കണ്ടൻസേഷനുള്ള ചാൻസ് കൂടും. അപ്പോൾ കണ്ടൻസേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വരെയാണ് നമ്മൾ ഈ സെഷൻ എടുത്തേക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് സെഷനിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എടുത്ത ക്ലാസ് ക്ലിയർ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ, ടേക്ക് കെയർ, താങ്ക് യു.